നിക്കരിച്ചാത്തൊരു ഇപ്പോഴും ഉണ്ടായി. അത് വലിയൊരു അത്ഭുതമുള്ള കാര്യമാണല്ലോ. ഇത്തരൊക്കെ വയത് പറഞ്ഞിട്ടും ഇത്തരൊക്കെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടും എല്ലാവരും പെരയിൽ വയതാണിപ്പോൾ. മുഴുവൻ ആൾക്കാരുടെ മൊബൈലും സിംസാറിലക്കിൻ്റെ വയതുണ്ടാവും. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഖലീൽ ഉദ്ദവിന്റെ വയതുണ്ടാവും, നൗഷാദ് ബാക്കവിയുടെ വയതുണ്ടാവും. ഇങ്ങനെയൊക്കെ വയത് കേട്ടിട്ടും അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. ഇങ്ങനെയൊക്കെ വയത് കേട്ടിട്ടും നിൽക്കാനും തുടങ്ങണില്ല എന്നുള്ളതാണ് പ്രശ്നം. മോമിനിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരമാണ്. പക്ഷെ നിക്കരിച്ചില്ല. നിക്കരിച്ചത് കുട്ടികൾ കാണുന്നില്ല. ചിലപ്പോ ഉണ്ടാവും കുറച്ചൊക്കെ. മഗ്‌രിബിക്കൊന്ന പള്ളിക്കൊക്കെ കയറും, ഇശിയും കഴിഞ്ഞിട്ട് ചെല്ലും. ദൂറാസ്രൊക്കെ പിന്നെ അങ്ങനെയാണ്. അങ്ങനെ ഉണ്ടാവും, ചൊറച്ചൊക്കെ ഉണ്ടാവില്ല എന്നല്ല. പഴയ കാലത്ത് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വെള്ളിയാഴ്ച ജുമയ്ക്ക് 40 ആളെ തികയായിട്ട് മൊല്ലാക്ക പാടത്ത് പോയിട്ട് കന്നൂട്ടിനാളെ കൂട്ടിക്കൊടുന്ന് പള്ളിക്കുളത്ത് നിന്ന് കുളിപ്പിച്ചിങ്ങാണ്ട് 40 തേച്ചിങ്ങാണ്ടൊക്കെ നിക്കരിച്ചിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്ന് അതൊന്നും കേൾക്കണ്ട. മദ്രസത്തെ കുട്ടികളോട് ചോദിച്ചാൽ അറിയും എത്ര ആൾ നിക്കരിച്ചിട്ടുണ്ട്, എത്ര ആൾ നിക്കരിച്ചിട്ടില്ല. നിക്കരിച്ചാത്തവരുണ്ട്. ഇത് വലിയൊരു അത്ഭുതമുള്ള കാര്യമാണ്. പക്ഷെ ഒരു കാര്യം, ആ നിക്കരിച്ചാത്തവരാരും ഇവിടെ വന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഓരോട് വയത് പറയണമെങ്കിൽ പോലെ പെരേക്ക് അങ്ങോട്ട് പോകേണ്ടി വരും. അത് വലിയ പ്രശ്നമാണല്ലോ. വെള്ളിയാഴ്ച ജുമാക്ക് നേരത്തെ വരുന്നില്ല എന്ന് നമുക്ക് വയത് പറയാൻ കിട്ടുന്ന ആളാരാ? നേരത്തെ വന്നവരെ കിട്ടുള്ളൂ, വരാത്തവരെ കിട്ടൂലല്ലോ. കാരണം ഒരു സലാം വിടുന്നതിന് മുമ്പ് പോവുകയും ചെയ്തല്ലോ. എന്താ ചെയ്യാ? കേൾക്കാത്തവരിപ്പോൾ ഇതൊന്നും കേൾക്കണില്ല, കേട്ടവരിങ്ങനെ കേട്ടോണ്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മളെങ്കിലും കേൾക്കണം. അതിൻ്റെ ഒരു സ്പാർക്കിങ്, അതിൻ്റെ ഒരു ചെറിയ കാറ്റ് കേൾക്കാത്തവർക്കും കിട്ടും. 5000 ആളുകളോട് വയത് പറഞ്ഞാൽ 50,000 ആളുകൾക്ക് അതിന്റെ ഗുണം കിട്ടുമെന്ന് ഗൗസുല്ലാദം പറഞ്ഞിട്ടുണ്ട്. സുൽത്താൻ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടുമാസമാണ് റബീഉൽ ആഖിർ. ശംസുൽ ഉലമായി നവറല്ലാഹു മർഖദഹു മഹാനവറുകളുടെ ആണ്ടാണ്. കണ്യത്ത് ഉസ്താദിന്റെ ആണ്ടാണ്. ഒരുപാട് 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 മഹത്തുക്കളുടെ ആണ്ടുമാസമാണ് റബീഉൽ ആഖിർ മാസം. അപ്പൊ ഗൗസുല്ലാദ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആൾക്കാർ പറഞ്ഞാൽ നേരാവൂല എന്ന് ഇജ്ജ് വെറുതെ പറയാണ് എന്നാ മൂപ്പര് പറഞ്ഞേ. നേരാവണം എന്ന് കരുതി പറഞ്ഞു നോക്കാത്തത് കൊണ്ടാണ് എന്നാ ഗൗസുല്ലാദമിന്റെ അഭിപ്രായമാണ്. മൂപ്പര അഭിപ്രായത്തില് നേരാവണം എന്ന് കരുതി പറയാത്തത് കൊണ്ടാണ്. നമ്മൾ എത്ര ആളുകള് നന്നാവണം എന്ന് കരുതി പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. പരിപാടി ഉഷാറാവണമെന്നേ കരുതലുള്ളൂ, ആൾക്കാർ നന്നാവണമെന്ന് കരുതലില്ല. സംഘാടകർ മിക്കവാറും പരിപാടികൾ കേൾക്കാറില്ല. കാരണം എന്താ? ഇവിടുത്തെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞേ. മൊത്തത്തിൽ സംഗതികൾ ഇങ്ങനെ, ഞാൻ അങ്ങനത്തെ കാര്യമൊക്കെ ഇങ്ങനെ വീക്ഷിക്കുന്ന ഒരാളാണ്. പരിപാടിക്ക് എന്നാലും സംഘാടകരാരും കേൾക്കൂല. ഓൽക്ക് വേണ്ട വേറുള്ളവരൊക്കെ നേരാവണം എന്നാണ്. ഇപ്പൊ കുറെ പെണ്ണുങ്ങളെ ആൾക്കാർ പറഞ്ഞയച്ചിട്ടുണ്ട് പേരേന്ന്. പെണ്ണുങ്ങളൊക്കെ നേരാകട്ടെ എന്നുള്ളിടത്താണ് ആണുങ്ങളുള്ളത്. പക്ഷെ പെണ്ണുങ്ങളൊക്കെ മനസ്സിലുണ്ട്, പഠിച്ചോനെ ഈ ആണുങ്ങളൊന്ന് വന്നിട്ട് ഇതൊന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന്. ആർക്കും അവനാ നന്നാവണം എന്ന് ആഗ്രഹമില്ല, എല്ലാവർക്കും വേറുള്ളവരും നന്നാവണം എന്നുള്ള പൂതിയുള്ളൂ. വയത് പറഞ്ഞ എനിക്ക് വരെ ഞാനൊന്ന് നേരാവണം എന്ന് ആഗ്രഹമില്ല, നിങ്ങളെല്ലാവരും നന്നാവണം എന്ന ആഗ്രഹമാണുള്ളത്. വയസ്സന്മാർക്കൊക്കെ കുട്ടികൾ നേരാവണം, കുട്ടികൾക്കൊക്കെ വയസ്സന്മാർ നേരാവണം, നിക്കരിച്ചവർക്കൊക്കെ നിക്കരിച്ചാത്തവർ നന്നാവണം, നിക്കരിച്ചാത്തവർക്കൊക്കെ നിക്കരിച്ചവർ നന്നാവണം. ഇങ്ങനെയാണ്. ആർക്കും അവനാ. ഭർത്താക്കന്മാർക്കൊക്കെ ഭാര്യമാര് നേരാവണം, ഭാര്യമാർക്കൊക്കെ ഭർത്താക്കന്മാർ നേരാവണം. ആർക്കും അവനാ നേരാവണ്ട. ഞാൻ ഇപ്പൊ ഈ ഉള്ള മാതിരിയൊക്കെ. നാളെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഏതായാലും ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ കുട്ടികളെങ്കിലും ഒന്ന് നേരാകാൻ വേണ്ടി നിങ്ങളൊന്ന് ദോരക്കൊണ്ട് മജ്‌ലിസുന്നൂറിൽ എന്ന് പറഞ്ഞു. ഞാൻ ഏതായാലും ഇങ്ങനെ ആയിപ്പോയി, ഞാൻ ഇപ്പൊ ഇനി നന്നാവാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ഞാന് എന്റെ മദ്രസയിലെ ഉസ്താദ് പറഞ്ഞു, ഈ അനുഭവം ഒരാളോട് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, നിസ്കരിക്കണേന് ഭാര്യനെ ചീത്ത പറയുന്ന ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ 4 മണിക്ക് രാവിലെ എഴുന്നേൽക്കുന്ന ആളാണ്, കർഷകനാണ്, പാല് കറക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു. സത്യം സത്യം. ഈ വിഷയം ഒരാളോട് പറഞ്ഞപ്പോ പറഞ്ഞു, രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്ന കർഷകനായ ഒരാള് നിസ്കരിക്കണേന് ഭാര്യനെ ചീത്ത പറയണത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആരാ പിന്നെ ഈ കുടുംബക്കാര് പറഞ്ഞേ? ആരെ? എവിടെ നമുക്ക് കുടുംബം? നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ ബന്ധുക്കളുടെ ശരീരത്തെയും നരകത്തെ തൊട്ട് കാക്കണേ. വിശുദ്ധ ഖുർആൻ. ഭാര്യ എവിടെ വെച്ചാൽ അവിടെ തന്നെ ഭർത്താവും, ഭർത്താവ് എവിടെയാണോ അവിടെ തന്നെയാണ് ഭാര്യയും.
സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ഒരിക്കൽ ദുആ ചെയ്തു, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഞങ്ങളുടെ റബ്ബേ, ഹബ് ലനാ ഞങ്ങൾക്ക് നീ നൽകണമേ, മിൻ അസ്വാജിന ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, വദുരിയാതിന ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും, ഖുർറത അയുനിൻ കണ്ണിന് നനവ് നൽകണമേ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ഞങ്ങളെ നീ മുത്തഖീങ്ങളുടെ ഇമാമാക്കുകയും ചെയ്യണമേ. ഭാര്യ സന്താനങ്ങളിൽ നിന്ന് കണ്ണിന് നനവ് തരണേന്ന് ഇബ്രാഹിം നബി തുറന്നു. കണ്ണെപ്പളാ നനയാ? നൊലൊഴിച്ചാല്. കണ്ണ് നനയപ്പളാ? നൊലൊഴിച്ചാല്. ഭാര്യ സന്താനങ്ങളിൽ നിന്ന് കണ്ണിന് നനവ് തരണേന്ന് പറഞ്ഞാല് ഭാര്യ മക്കൾ കാരണമായി നൊലോളി തരണേന്ന് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. എന്തിനാ നൊലോളിക്ക? ഒരാളെ എപ്പോഴാ നൊലോളിക്ക? രണ്ട് സന്ദർഭങ്ങളിലാണ് ഒരാൾ കരയാറുള്ളത്. ഒന്ന് സങ്കടം കൊണ്ട് കരയും, മറ്റൊന്ന് സന്തോഷം കൊണ്ട് കരയും. ഒന്നുകിൽ സങ്കടം കൊണ്ടുള്ള കരച്ചിൽ വരണം, അല്ലെങ്കിൽ സന്തോഷം കൊണ്ടുള്ള കരച്ചിൽ വരണം. ഭാര്യ നിസ്കരിക്കണില്ല, അപ്പൊ ഭർത്താവിന് നൊലോളി വരണം, സങ്കടം കൊണ്ടുള്ള കരച്ചില്. ഭർത്താവ് നിസ്കരിക്കണില്ല, അപ്പൊ ഭാര്യക്ക് നൊലോളി വരണം, സങ്കടം കൊണ്ടുള്ള കരച്ചില്. സന്തോഷം കൊണ്ട് കരഞ്ഞാലും മതി. വൈകുന്നേരം അങ്ങാടി പോയിട്ട് മഗ്‌രിബിക്കാരം കഴിഞ്ഞ് ഇശാസ്കാരൊക്കെ കഴിഞ്ഞ് പെരേക്ക് വന്ന് നോക്കുമ്പോ പെണ്ണുങ്ങളുണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഖുർആൻ ഓതുന്നു, മജ്‌ലിസ് നൂറി ചെല്ലണോ, ബദർ വൈത്ത് ചെല്ലണോ. അതിങ്ങനെ കണ്ടേക്ക് മൂപ്പർക്ക് സന്തോഷം കൊണ്ട് കണ്ണീര് വന്നു. എന്നാലും മതി, ഏതെങ്കിലും ഒന്ന് വരണം, ഏതെങ്കിലും ഒന്ന് വരണം. ഒന്നുകിൽ രാത്രി ഇങ്ങനെ 4 മണിക്ക് പമ്പർന്നോള് ഇങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോ മൂപ്പര് നീച്ചിട്ട് ഇങ്ങനെ തഹജ്ജുദ്സ്കരിക്കാണ്, സന്തോഷം കൊണ്ട് കണ്ണുനീര് വന്നു. എന്നാലും മതി. ഓൾ സുബഹിക്ക് വിളിച്ചിട്ടും നീച്ചില്ല, അപ്പൊ സങ്കടം കൊണ്ട് നൊലൊഴിച്ചു. എന്നാലും മതി. രണ്ടിലൊരു നൊലോളി ഉണ്ടെങ്കിൽ കഴിച്ചിലാവും. ഇബ്രാഹിം നബി തോർന്നതാണ്, പഠിച്ചോനെ ഭാര്യ സന്താനങ്ങളിൽ നിന്ന് എന്റെ കണ്ണ് നീ നനച്ചു തരേണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ അങ്ങനെ ഉണ്ടായാൽ അവൻ മുത്തഖീങ്ങളുടെ ഇമാമാകുന്നതാണ്. മുത്തഖിയാവലും മുത്തഖീങ്ങളുടെ ഇമാമാവലും രണ്ടാണ്. മുത്തഖിയായാൽ പോരാ, മുത്തഖീങ്ങളുടെ ഇമാമാവണം. ഒരാൾ തന്റെ ഭാര്യയുടെ കാര്യത്തിൽ കരഞ്ഞാൽ, ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ കരഞ്ഞാൽ അവർക്ക് മുത്തഖീങ്ങളുടെ ഇമാമാകാനുള്ള യോഗ്യതയായി. സ്വന്തം കുടുംബം അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുന്നവരാണ് മുത്തഖീങ്ങളുടെ ഇമാമാവുക. അല്ലാത്തവർ പോകും, അല്ലാത്തവർ പരാജയപ്പെടും.